2025 ഞാൻ വായിച്ച പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇന്ന് എനിക്ക് ത്രില്ലറുകൾ പോലെ തന്നെ ഇഷ്ടമുള്ള സയൻസ് ഫിക്ഷൻ ജോണറിലുള്ള രണ്ട് പുസ്തകങ്ങളും, അതുപോലെ തന്നെ എനിക്ക് അത്ര താല്പര്യമില്ലാതിരുന്ന എന്നാൽ ഈ വർഷം കുറച്ചധികം വായിച്ച റൊമാൻസ് ജോണറിലുള്ള പുസ്തകങ്ങളാണ് കാണിച്ചിരുന്നത്. മൊത്തത്തിൽ 10 പുസ്തകങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഈ വർഷം ആദ്യം വായിച്ച റൊമാൻസ് പുസ്തകം മായാകിരൺ എഴുതിയ തവ വിരഹേ കേശവ എന്ന് പറയുന്ന പുസ്തകമാണ്. മായാകിരൺ എഴുതിയ ത്രില്ലറുകളെല്ലാം വായിച്ചിട്ടുള്ള, അതെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വായനക്കാരിയാണ് ഞാൻ. അപ്പോൾ എഴുത്തുകാരി പുതിയൊരു ജോണർ പരീക്ഷിക്കുമ്പോൾ അതും വായിക്കണം എന്ന് തോന്നിയിട്ട് റിലീസായ ഉടനെ DC ബുക്സിന്റെ സ്റ്റോറിൽ പോയി മേടിച്ച് വായിച്ച ഒരു പുസ്തകമാണ്. എനിക്ക് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു റീഡിംഗ് എക്സ്പീരിയൻസ് എന്ന പുസ്തകമാണ്. ശ്രീനന്ദനെയും നിരഞ്ജനും ഡോക്ടർ അനന്തനാരായണനും ഒക്കെ ഏകദേശം ഒരു വർഷത്തോളം ഈ പുസ്തകം വായിച്ചു തീർത്തിട്ട് ഇപ്പോഴും അവരുടെ പ്രണയവും അതിന്റെ തീവ്രത, വിരഹം, അതുപോലെ അഷ്ടപതി ശ്ലോകങ്ങളും സോപാന സംഗീതവും ഒക്കെ ഇപ്പോഴും കാതുകളിൽ മുഴയും കേൾക്കുന്ന രീതിയിൽ അത്രത്തോളം ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. അടുത്ത പുസ്തകം KR മീര എഴുതിയ എല്ലാവിധ പ്രണയവും. എനിക്ക് KR മീരയുടെ പുസ്തകങ്ങളിൽ ഏറ്റവും അധികം ഇഷ്ടമായ രണ്ടാമത്തെ പുസ്തകമാണിത്. ഡിവൈൻ ലവ് അല്ലെങ്കിൽ പ്യുവർ ലവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് എത്ര വർഷങ്ങളോളം പരസ്പരം ബന്ധമില്ലാതിരുന്നാലും അല്ലെങ്കിൽ പരസ്പരം കാണാതെ പരസ്പരം അറിയാതെ ഇരുന്നാൽ പോലും മങ്ങലേൽക്കാതെ തുടരുന്ന പ്രണയത്തെക്കുറിച്ചുള്ള ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. മൂന്നാമത്തെ പുസ്തകം ബിനീഷ് പുതുപ്പണം എഴുതിയ സുന്ദര ജീവിതം. പ്രേമനഗരം എന്ന് പറയുന്ന പുസ്തകം എല്ലാവരും വായിച്ചിട്ടുള്ള പുസ്തകം ആയിരിക്കണം. അതിൽ വരുന്ന ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു തീം തന്നെയാണ്. ഒരു അവിവാഹിതനും വിവാഹിതയും തമ്മിലുള്ള പ്രണയബന്ധമാണ്. അടുക്കളയിലെ പാത്രങ്ങളും ടാപ്പും അതുപോലെ ചെരുപ്പുകളും ഒക്കെ സംഭാഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിലൂടെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കവിതാക്കളെയാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. പ്രേമനഗരത്തെക്കാൾ കുറച്ചുകൂടെ നല്ലത് എന്ന് എനിക്ക് ഫീൽ ചെയ്ത പുസ്തകമായിരുന്നു. ഇൻസ്റ്റഗ്രാം റീലുകളിൽ നിരന്തരം കണ്ട് മേടിച്ചൊരു പുസ്തകമാണ് ജിസ്മയുടെ എന്റെ അരുമയായ പക്ഷിക്ക്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് വളരെ നല്ലൊരു പുസ്തകമായിരുന്നു ഇത്. തവ വിരഹേ കേശവ വായിക്കുന്ന സമയത്തുണ്ടായതിന് സമാനമായിട്ടുള്ള ഒരു വായനാനുഭവമാണ് ഈ പുസ്തകം വായിച്ചപ്പോഴും എനിക്ക് കിട്ടിയത്. ഈ രണ്ട് പുസ്തകങ്ങളിലും വായിക്കുന്ന സമയത്ത് ഒരു സീനിൽ നമ്മൾ പുഞ്ചിരിക്കും, മറ്റൊരു സീനിൽ നമ്മുടെ കണ്ണ് നിറയ്ക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് പുസ്തകങ്ങളാണ്. ഇതിൽ ശരിക്കും നിരുപാധിക സ്നേഹമാണ് തീമായിട്ട് വരുന്നത്. എത്ര കാലം കഴിഞ്ഞാലും പരസ്പരം ഇരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണയ്ക്കുകയും പരസ്പരം താങ്ങും തണലുമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന രണ്ടുപേരുടെ കഥയാണ് ഈ പുസ്തകം പറയുന്നത്. DC ബുക്ക് സ്റ്റോറിൽ പോയ സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് കണ്ടെടുത്ത ഒരു പുസ്തകമാണ് MS മനീഷിന്റെ പ്രേമലേഖന. നർമ്മത്തിൽ പൊതിഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ആദ്യോടന്തം നമുക്ക് ചിരിച്ചുകൊണ്ട് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. ലോക്ക്ഡൌൺ സമയത്ത് വിവാഹിതരാകുന്ന രണ്ടുപേർ തമ്മിലുള്ള അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് സ്നേഹം വളർന്നു വരുന്നത്, അവരുടെ ലൈഫ് എങ്ങനെയാവും എന്നൊക്കെ ഉള്ളതാണ് പുസ്തകം പറയുന്നത്. എന്നാൽ ഒരു റൊമാൻസ് നോവൽ എന്നുള്ളതിലുപരിയായിട്ട് ഒരു ചിന്തയെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പുസ്തകമാണിത്. ചൈൽഡ്ഹുഡ് ട്രോമ എത്രത്തോളം മോശമായിട്ട് ഒരാളുടെ ഭാവി ജീവിതത്തെ എഫക്ട് ചെയ്യാം, അതുപോലെ എത്ര കാലത്തിന് ശേഷവും തെറ്റുകാരനെ കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനും സാധിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടുത്ത പുസ്തകം ശ്രീപാർവതിയുടെ പ്രേമാശ്രമം. ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ പുസ്തകത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു വിവാഹിതയായ സ്ത്രീയും ഒരു വികലാംഗനായ പുരുഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പുസ്തകത്തിൽ പറയുന്നത്. ഒരു വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, എങ്കിലും ഒരു ഓക്കെ കൈൻഡ് ഓഫ് പുസ്തകമായിരുന്നു. ഇത്രയും DC ബുക്സ് പബ്ലിഷ് ചെയ്ത റൊമാൻസ് പുസ്തകങ്ങളായിരുന്നു. ഇതല്ലാതെ DC ബുക്സിന്റെ തന്നെ സെഡോര എന്ന് പറയുന്ന ഇംപ്രിന്റിൽ പബ്ലിഷ് ചെയ്ത രണ്ട് പുസ്തകങ്ങൾ കൂടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് നസീഫിന്റെ ഖദീജ, ഒരു ഹാർട്ട് ടച്ചിങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അതിലൊരു നഷ്ടപ്രണയം വരുന്നുണ്ട്, അതുപോലെ വിവാഹിതരായ രണ്ടുപേര് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രണയം കാലം കടന്നു പോകും തോറും, പ്രായം കൂടുന്തോറും എങ്ങനെയാണ് വീഞ്ഞിനെ പോലെ കൂടുതൽ വീര്യമേറിയതാകുന്നത് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഏറ്റവും അവസാനം കണ്ണീരിൽ കൊണ്ട് നിർത്തുന്ന ഒരു പുസ്തകമാണ്. മറ്റൊരു പുസ്തകം ജയലക്ഷ്മി ശ്രീനിവാസൻ എഴുതിയ ഡിയർ നീരജ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ്. ഒരു കോളേജ് പ്രണയം, എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അവർ സെപ്പറേറ്റഡ് ആവുന്നു. നായകൻ മറ്റൊരു കല്യാണം കഴിക്കുന്നു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ആ കോളേജ് പ്രണയിനിയെ കണ്ടുമുട്ടുന്നു. അവർ തമ്മിൽ വീണ്ടും ചില സ്പാർക്കുകളൊക്കെ ഉണ്ടാവുന്നു. എന്നാൽ ധാർമ്മികതയുടെ കെട്ടുപാടുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ട് കഴിയില്ല. കാരണം നായകന് തന്റെ ഭാര്യയെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി എവിടെ ചെന്ന് നിൽക്കും എന്ന് ഉള്ളൊരു ക്യൂരിയോസിറ്റി ലാസ്റ്റ് വരെ കൊണ്ട് നിർത്തുകയും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വഴികളിലോട്ട് കഥയെ തിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഇനിയുള്ളത് രണ്ട് സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളാണ്. മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന സയൻസ് ഫിക്ഷൻ പുസ്തകം മായാകിരണിന്റെ പ്ലാനറ്റ് 9. ഇതില് നിലവിലുണ്ട് എന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുന്ന ഒരു ഏലിയൻ കമ്മ്യൂണിറ്റിയാണ് പുസ്തകത്തിന്റെ ബേസ് ആയിട്ട് വരുന്നത്. ഒരു ബയോസ്പേസ് വാറൊക്കെയാണ് പുസ്തകത്തിന്റെ തീം. ഇതിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഇസ്രോ, സ്പേസ് എക്സ്, നാസ ഇങ്ങനെയുള്ള സംഘടനകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് പുസ്തകം എഴുതിയിരിക്കുന്നത്. തുടക്കത്തിൽ നമുക്കൊരു പക്ഷേ ഭയങ്കര ബോറിംഗ് ആയിട്ട് അല്ലെങ്കിൽ ലാഗായിട്ടോ മടുപ്പിക്കുന്നതായിട്ടോ ഒക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ഒരു പുസ്തകമാണ്. കാരണം നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു സെക്ഷനാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കാൽക്കുലേഷൻസും കുറച്ച് ടെക്നിക്കൽ ടേംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തുടക്കത്തിൽ.
അതൊക്കെ വായിച്ചു ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള നമ്മളിങ്ങനെ മുൾമുനിൽ നിർത്തുന്ന ഒരു പുസ്തകമാണ്. വായിച്ച് അവസാനിപ്പിച്ച സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം, ശരിക്കും ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, എന്തായിരിക്കും ഭൂമിയുടെ ഭാവി എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിലാണ് ഈ പുസ്തകം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് റീഡ് തന്നെയാണ്. ഈ പുസ്തകത്തിന്റെ 2ാം ഭാഗം വരുന്നുണ്ട് എന്നറിഞ്ഞു. അപ്പൊ ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അടുത്ത പുസ്തകം ആസിഫിന്റെ മാനവപ്പിറവിയാണ്. പ്ലാനറ്റ് 9ന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ ലാഗായിട്ടും ബോറിംഗ് ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണിത്. കാരണം കംപ്ലീറ്റ്ലി ഒരു ഫാന്റസി പുസ്തകമാണ്. റോബോട്ടുകൾ മാത്രമുള്ള ലോകത്ത് കാലങ്ങൾക്ക് ശേഷം ജനിക്കുന്ന നൂഹ് എന്ന് പറയുന്ന ഒരു കുഞ്ഞിന്റെ കഥയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. നൂഹിന്റെ ബാല്യവും കൗമാരവും ഒക്കെയാണ് പുസ്തകത്തിൽ വരുന്നത്. തുടക്കത്തിൽ ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്യും. പുതിയ പേരുകളും പുതിയ ടെക്നോളജിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് വളരെ വേഗത്തിൽ വായിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ ഇത്രയായിരുന്നു ഈ വർഷം വായിച്ച സയൻസ് ഫിക്ഷൻ അതുപോലെ റൊമാൻസ് ജോണറിലുള്ള പുസ്തകങ്ങൾ. ഇതിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ് പുസ്തകത്തെ കുറിച്ച് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഇനി ബാക്കിയുള്ളത് എന്റെ ഫേവറേറ്റ് ജോണർ ആയിട്ടുള്ള ത്രില്ലേഴ്സ് ആണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ വർഷം വായിച്ച ത്രില്ലേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതും റീഡിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതും ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക്